തൻ്റെ ആശയങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് നവരസ ഭാവനയോടെ വെള്ളിത്തിരയിൽ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതിൽ ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരന് തുല്യം ശ്രീനിവാസൻ മാത്രം. നമസ്കാരം. മലയാളികളുടെ ഏവരുടെയും പ്രിയങ്കരനായ സിനിമാ നടൻ, തിരക്കഥാകൃത്ത്, സാമൂഹിക പരിഷ്കർത്താവ്, ഏത് കാര്യവും ധീരതയോടെ തുറന്നു പറയുന്ന പ്രവണത എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായ പ്രിയ കലാകാരൻ, പ്രശസ്തനായ നടൻ ശ്രീനിവാസൻ കലാ സാംസ്കാരിക കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. മലയാള സിനിമയുടെ ചരിത്രം രചനയിൽ പകർത്തുകയാണെങ്കിൽ ശ്രീനിവാസന് മുമ്പ്, ശ്രീനിവാസന് ശേഷം എന്നിങ്ങനെ വേണം പകർത്താൻ. കാരണം അത്രത്തോളം വൈവിധ്യമുള്ള ഒരു കലാകാരനാണ്. സംസ്ഥാനത്തിൻ്റെ വടക്കൻ ജില്ലക്കാരനായ ശ്രീനിവാസൻ തൻ്റെ തൊഴിലിൻ്റെ ഭാഗമായാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് എറണാകുളം തൃപ്പൂണിത്തുറയിൽ സ്ഥിരതാമസമാക്കിയത്. ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി ഇദ്ദേഹം കടുത്ത രോഗബാധിതനായിരുന്നു. ഈ മഹാപ്രതിഭയ്ക്കൊപ്പം ഒരിക്കൽ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കാണാനും ഇദ്ദേഹവുമായി കുറച്ച് സമയം ചെലവഴിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. കഥ പറയുമ്പോൾ സിനിമയുടെ സെറ്റിൽ നിന്നും ഇദ്ദേഹം മടങ്ങുന്ന വഴിക്കാണ് ഇദ്ദേഹവുമായി എനിക്ക് കാണുകയും ഇദ്ദേഹവുമായിട്ട് അടുത്ത് പരിചയപ്പെടാനും സാധിച്ചത്. വളരെ ചുരുങ്ങിയ സമയമേ ശ്രീനിവാസനുമായിട്ട് ഞാൻ ഇടപഴകിയിട്ടുള്ളൂ. എന്നാൽ ഇദ്ദേഹം തികച്ചും പച്ചയായ ഒരു നാട്ടുപ്രദേശത്തുകാരനായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഇദ്ദേഹവുമായിട്ട് ചെലവഴിച്ച സമയം എനിക്ക് ഫീൽ ചെയ്തത്. തികച്ചും സാധാരണക്കാരനായിട്ടാണ് ഇദ്ദേഹം മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇദ്ദേഹമായിട്ട് ചെലവഴിച്ച സമയം കൊണ്ട് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ശ്രീനിവാസനെ സ്വന്തം ഫീൽഡിലുള്ള അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ളവർ തന്നെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു തിരുത്തൽവാദിയെന്നും കർക്കർഷക്കാരനെന്നും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരുടെയും മുമ്പിൽ ഓശാനിക്കുന്ന പ്രവണതയില്ലെന്നും ഏതൊരു കാര്യത്തെയും ഒന്നിൽ കൂടുതൽ തവണ ആലോചിച്ച് ദൃഢപ്രതിജ്ഞ സ്വന്തം മനസ്സിൽ ഉറപ്പിച്ച ശേഷമേ അതിനെപ്പറ്റിയുള്ള അദ്ദേഹം ആധികാരികമായ ഒരു മറുപടി തരാറുള്ളെന്നും, അല്ലാത്തിടത്തോളം കാലം ആരൊക്കെ നിർബന്ധിച്ചാലും എന്തെല്ലാം സമ്മർദ്ദം ചെലുത്തിയാലും അദ്ദേഹം ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു സ്വഭാവ പ്രവണതയുള്ള ആളാണെന്നും മലയാള സിനിമാ ലോകം ഇന്നും ഇദ്ദേഹത്തെ ബഹുമാനം കലർന്ന ഭയത്തോടെയാണ് കാണുകയും വിമർശിക്കുകയും ചെയ്യുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പ്രിയങ്കരനായ മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള കലാകാരന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ശ്രീനിവാസന് കേരളക്കര ഒന്നടക്കം പെടുന്ന സമൂഹമാണ് മലയാളികൾ. ഈ ഒരു സ്നേഹം മറ്റ് സൂപ്പർ സ്റ്റാറുകൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പുനഃപരിശോധിക്കേണ്ടി വരും. കാരണം ചിലർക്ക് ഈ നടനെ ഇഷ്ടമല്ല, ചിലർക്ക് ആ നടനെ ഇഷ്ടമല്ല. എന്നാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് അങ്ങനെയല്ല. അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകൾ കണ്ടാൽ നമുക്കറിയാം അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടറുകളിലെ സ്വഭാവ ശൈലി എന്താണോ ഏതാണ്ട് 75% അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിലും. ഒരിക്കലും തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയോ അല്ലെ തൻ്റെ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടിയോ ആരുടെയും കാല് പിടിക്കാൻ ചെന്നിട്ടില്ല. താനൊരു വലിയൊരു കലാകാരനാണെന്നും തനിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിലും അദ്ദേഹം വെട്ടിത്തുറന്ന് പ്രതികരിക്കുന്ന പ്രവണതയുള്ള മനുഷ്യനാണ്. വെച്ചു കഴിഞ്ഞാൽ തൻ്റെ കലാരംഗത്തേക്ക് ദോഷം ചെയ്യുമെന്നോ എന്നുള്ള യാതൊരു ഭയവും ഇല്ല. പച്ചയായ ഒരു മലയാളിയാണ് അദ്ദേഹം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശൈലി അത് തന്നെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി വെട്ടിത്തുറന്ന് പറയും. അതിനകത്ത് ആരുടെയും കൈമണി അടിച്ച് പിന്നാമ്പുറത്തൂടെ ചെന്ന് തലകുറിഞ്ഞ് നിൽക്കുന്ന പ്രവണത നമുക്ക് ആർക്കും തന്നെ ഇല്ല, ഭൂരിഭാഗം പേർക്കും ഇല്ല. ആ ഒരു പ്രവണത ധാരാളം, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവ ശുദ്ധി ശ്രീനിവാസന് ധാരാളമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ ഈ പറഞ്ഞ പോലെ, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അമ്മ സംഘടനയായിട്ട് കൈകോർത്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ പ്രസിഡന്റ് ആകാമായിരുന്നു, അല്ലെ സെക്രട്ടറി ആകാമായിരുന്നു, എല്ലാം ആകാമായിരുന്നു. അദ്ദേഹം ഒന്നിലും തല വെച്ച് കൊടുത്തില്ല. എന്നാ കാര്യം? കാരണം ശരിയാകില്ലെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹം എല്ലാ തരത്തിലും നന്മ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലാതെ ഒരു ക്യാമറയുടെ മുമ്പിൽ, പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിച്ച് ഒരു കാര്യം പറയുക, തിരിഞ്ഞു നിന്ന് വേറൊരു പ്രവൃത്തി നടത്തുക എന്നുള്ള സ്വഭാവത്തിൻ്റെ ഉടമ അല്ല ശ്രീനിവാസൻ. നാം എന്ത് ചിന്തിക്കുന്നുവോ അല്ലെങ്കിൽ നമ്മൾ എന്ത് നന്മ ആഗ്രഹിക്കുന്നുവോ അത് പ്രാബല്യത്തിൽ വരണം, അല്ലെങ്കിൽ അത് തന്നെ പ്രചരിപ്പിക്കണം എന്ന ഒരു സ്വഭാവം ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഈ സമൂഹം അംഗീകരിക്കുകയില്ല, അല്ലെങ്കിൽ ആ കലാരംഗത്തിരിക്കുന്ന അല്ലെങ്കിൽ സംഘടന അംഗീകരിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹം അതിനൊന്നും ഉന്നമന സ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അതിനൊന്നും ഒരു ആക്റ്റീവായിട്ട് അമ്മയിലൊന്നും പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ നിന്നതിൻ്റെ, ഇക്കാലം മാത്രം നിന്നതിൻ്റെ കാര്യം. ഇതൊക്കെ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് രംഗമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ എനിക്ക് അറിയാൻ സാധിച്ചതാണ് കേട്ടോ. അല്ലാതെ
എന്തായാലും പ്രകൃതിക്ക് ശ്രീനിവാസൻ എന്ന ഈ മഹാപ്രതിഭയുടെ ശരീരം മാത്രമേ ഇല്ലായ്മ ചെയ്യാനാവൂ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉള്ളിടത്തോളം കാലം ഈ അതുല്യ പ്രതിഭ ജീവിക്കും മലയാളികളുടെ ജനഹൃദയങ്ങളിൽ. ജനപ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.